ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൺമണിയെ ധനലക്ഷ്മി ചിട്ട പഠിപ്പിക്കാൻ വരുന്നുണ്ട്. കൺമണി നല്ല മറുപടി തന്നെയാണ് ധനലക്ഷ്മിക്ക് കൊടുക്കുന്നത്. ദേഷ്യം വന്ന ധനലക്ഷ്മി കൺമണി അടിക്കാൻ കൈ ഓങ്ങുമെങ്കിലും കൺമണി പറയും, എൻ്റെ ദേഹത്ത് തൊട്ട പല്ലടിച്ച് താഴെ ഇടാനും ഞാൻ മടിക്കില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ധനലക്ഷ്മി ഒന്ന് പേടിക്കുന്നുണ്ട്. വീണ്ടും കൺമണിയെ ചൊടിപ്പിക്കുന്ന രീതി സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ അഭിമാനത്തിനെ ചോദ്യം ചെയ്യാൻ വന്ന ഭിത്തിയിൽ പിടിച്ച് ഞാൻ ഒരയ്ക്കും. അതോടെ ധനലക്ഷ്മി മിണ്ടാതെയാവും. കൺമണി അവിടുന്ന് പോവുകയും ചെയ്യും. കൺമണി കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. ഗോകുല് ചെന്ന് അവളോട് കാര്യം ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ പറയാൻ കൂട്ടാക്കത്തില്ല. പിന്നെ ഗോകുല് നിർബന്ധിക്കുമ്പം കൺമണി ഗോകുലിനോട് പറയുന്നുണ്ട് സാഗർ പറഞ്ഞ കാര്യങ്ങളെല്ലാം. കൺമണിയും കൃഷ്ണൻ തമ്മിൽ അകന്നു എന്നും പറയും. ഗോകുല് ചോദിക്കും, അപ്പയ്ക്ക് ഇത് എന്തിൻ്റെ കുഴപ്പമാണ്? ഐസിയുയിൽ കിടക്കുന്ന സാഗർ സാർ ദൈവത്തിനെ വിളിച്ചല്ലേ കിടക്കേണ്ടത്, പകരം പ്രണയം തകർക്കാനാണോ നോക്കേണ്ടത്? കൺമണി പറയുന്നുണ്ട്, എടാ നീ അങ്ങനെയൊന്നും പറയരുത്. ഗോകുല് ചോദിക്കും, സാഗർ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ക്രിഷ് സാർ എന്താ മറുപടി കൊടുത്തത്? കൺമണി പറയും, ക്രിഷ് സാർ പറയാൻ വന്നതാ, പക്ഷെ ഞാനാ തടഞ്ഞത്. ഗോകുല് ചോദിക്കും, അപ്പയ്ക്ക് എന്തിൻ്റെ കുഴപ്പമാ? ക്രിഷ് സാറിന് പറയാനുള്ളത് ക്രിഷ് സാർ പറയട്ടെ, അവർ അച്ഛനും മകനും തമ്മിൽ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ മേലായിരുന്നോ? ക്രിഷ് സാർ ഉറപ്പായിട്ടും പറഞ്ഞേനെ അപ്പേ തന്നെയാ സാറിന് വേണ്ടതെന്ന്. കൺമണി പറയും, പക്ഷെ അതിന് ഞാൻ സമ്മതിക്കത്തില്ലല്ലോ. സാഗർ സാറ് എന്നോടൊരു കാര്യം നിസ്സഹായനായി കിടന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എങ്ങനെയാണ് അത് തള്ളിക്കളയുന്നത്? എനിക്ക് ഇനി ക്രിഷ് സാറിനെ വിവാഹം ചെയ്യാൻ പറ്റില്ല. ഗോകുല് പറയും, ശരി കല്യാണം കഴിക്കണ്ട. അപ്പം ക്രിഷ് സാറിൻ്റെ നല്ല ജീവിതമാണോ മോശം ജീവിതമാണോ ആഗ്രഹിക്കുന്നത്? കൺമണി പറയും, നല്ല ജീവിതം. ഗോകുല് ചോദിക്കും, മാനസ മേഡത്തിനെ കല്യാണം കഴിച്ചാൽ ക്രിഷ് സാറിന് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് അപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? കൺമണി പറയും, അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഗോകുല് പറയും, കൊള്ളാം, ക്രിഷ് സാറിനെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ അപ്പ കൊണ്ട് നടന്നത്, എന്നിട്ട് ആ ക്രിഷ് സാറിന് നല്ല ജീവിതമാണോ കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടില്ല എന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കുള്ള സൈക്കോ ആ വരുൺ ചേട്ടനല്ല, അപ്പയാ. അപ്പ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി, ക്രിഷ് സാറിനും അപ്പയ്ക്കും തമ്മിൽ പിരിയാനാവില്ല. രാജകുമാരിയെ തന്നെ കല്യാണം കഴിക്കൂ, അങ്ങനെ കഥയിൽ സംഭവിക്കൂ. കൺമണി പറയും, എടാ കഥയിൽ അങ്ങനെ ആവും, പക്ഷെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഗോകുല് ചോദിക്കും, ക്രിഷ് സാറിനെ വിളിച്ചു തന്നെ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ? കൺമണി പറയും, വേണ്ട, ക്രിഷ് സാർ എന്നെ പലവട്ടം വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല. ഗോകുല് പറയും, അത് തന്നെയാ അപ്പയുടെ കുഴപ്പം. ആ സമയമാണ് കൺമണിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഗോകുല് പറയുന്നുണ്ട്, ക്രിഷ് സാർ ആയിരിക്കും, അപ്പം എടുത്തൊന്ന് സംസാരിക്കുക. അവൾ ആദ്യം മടിച്ച് നിൽക്കും, പിന്നെയും ഗോകുല് നിർബന്ധിക്കുമ്പോൾ അവൾ പോയി ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ അത് അറിയാത്ത ഏതോ നമ്പറിൽ നിന്നാന്ന് കൺമണി പറയും. ഗോകുല് പറയും, ചിലപ്പം ക്രിഷ് സാർ തന്നെ ആയിരിക്കും, അപ്പം എന്താണെങ്കിലും ഒന്ന് എടുത്തു നോക്ക്. കൺമണി കോൾ അറ്റൻഡ് ചെയ്യുമ്പം ഭാഗ്യശ്രീയാണ് വിളിച്ചേക്കുന്നത്. കൺമണി അല്ലേന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും. അവൾ പറയുന്നുണ്ട്, ഞാൻ ഭാഗ്യശ്രീയാ. കൺമണി ചോദിക്കും, ഇതേതാ പുതിയ നമ്പറാണോ? ഭാഗ്യശ്രീ പറയും, അല്ല, ഒരു അഡീഷണൽ നമ്പരാ. ഏത് സമയം അപകടം മുന്നിൽ കണ്ട് ഞാൻ എൻ്റെ ദേഹത്ത് തന്നെ ഒരു ഫോൺ ഒളിപ്പിച്ച് വെച്ചിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് എന്നെ തട്ടിക്കൊണ്ട് വന്ന് കെട്ടിയിട്ടേക്കുവാ കൺമണി. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം അവരെന്നെ ട്രാപ്പ് ചെയ്തു. കൺമണി ഒരു ഞെട്ടലോടെയാണ് ഭാഗ്യശ്രീ പറയുന്നതെല്ലാം കേൾക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിന്നെ അറിയിക്കാനുണ്ട്. ഇന്ന് രാത്രി തന്നെ അവർ സാഗർ സാറിനെ കൊല്ലും. ഏത് വിധേനയും അവർ കൊല്ലും കൺമണി. ഞാൻ പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് ഒരു സഹായവും പൂർണ്ണമായും പ്രതീക്ഷിക്കണ്ട. അച്ഛനും അമ്മയ്ക്കും പോലീസിൽ നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പോലീസിൽ ആരൊക്കെ നമ്മളുടെ ഭാഗത്ത് നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ആകെ ഒരു പ്രതീക്ഷ കൺമണിയിൽ മാത്രമാ. അതുകൊണ്ടാ ഞാൻ കാര്യങ്ങളൊക്കെ കൺമണിയെ വിളിച്ചറിയിച്ചത്. അച്ഛനും അമ്മയും ഇപ്പം നീക്കങ്ങൾ തുടങ്ങിക്കാണും. ഒരു മിനിറ്റ് പോലും വെറുതെ കളയാൻ നമ്മുടെ മുന്നിലില്ല. സാഗർ സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എല്ലാം കേട്ട് നിൽക്കുന്ന കൺമണി പറയുന്നുണ്ട്, ഭാഗ്യശ്രീ, ACP ദക്ഷ എൻ്റെ ഫ്രണ്ടാ, ഞാൻ ദക്ഷയൊന്ന് വിളിച്ച് നോക്കട്ടെ? അതെയൊന്ന് ഭാഗ്യശ്രീ ചോദിക്കും. കൺമണി പറയും, അതെ ഭാഗ്യശ്രീ, ഇപ്പോൾ ലൊക്കേഷനും കൂടി എനിക്ക് അയച്ചിട്. ഞാൻ എന്താണെങ്കിലും ദക്ഷയോട് കാര്യങ്ങളെല്ലാം പറയാം. എന്നാൽ ശരി കൺമണി, ഞാൻ ഇപ്പം തന്നെ ലൊക്കേഷൻ അയക്കാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. കാര്യം മനസ്സിലാവാതെ നിൽക്കുന്ന ഗോകുല് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അപ്പേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൺമണി അവന് മറുപടി കൊടുക്കാതെ അന്നേരം തന്നെ ദക്ഷയെ ഫോൺ ചെയ്യും. ദക്ഷ സന്തോഷത്തോടെ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. പറയൂ സൂപ്പർ കൺമണി എന്ന് പറയും. കൺമണി പറയുന്നുണ്ട്, ദക്ഷ, ഞാൻ വീണ്ടും ദക്ഷയൊന്നും ബുദ്ധിമുട്ടിക്കുക, എനിക്ക് ദക്ഷയുടെ സഹായം അത്രത്തോളം ഇപ്പോൾ ആവശ്യമാണ്. ദക്ഷ പറയും, വലിയ ഇൻട്രഡക്ഷൻ ഒന്നും വേണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. കൺമണി ദക്ഷയുടെ കാര്യങ്ങളെല്ലാം പറയും. എല്ലാം കേട്ട് കഴിഞ്ഞ് ദക്ഷ പറയുന്നുണ്ട്, കൺമണി ഒന്നുകൊണ്ടും പേടിക്കണ്ട, പോലീസ് കൂടെ തന്നെയുണ്ട്, ധൈര്യമായിട്ടിരിക്കേ. താങ്ക് യു ദക്ഷ, ഭാഗ്യശ്രീയുടെ ലൊക്കേഷൻ ഞാൻ ഇപ്പം തന്നെ അയച്ചേക്കാം. ശരി, അയച്ചേക്കാൻ പറഞ്ഞ് ദക്ഷ ഫോൺ കട്ട് ചെയ്യും. ഗോകുല് അപ്പേന്ന് വിളിക്കുമ്പം കൺമണി പറയുന്നുണ്ട്, സാഗർ സാറിൻ്റെ ജീവൻ അപകടത്തിലാണ്, എനിക്ക് എത്രയും വേഗം അങ്ങോട്ട് പോകണം. ഗോകുല് ചോദിക്കും, എന്താ അപ്പ ഈ പറയുന്നത്? ഈ സമയത്ത് ഒറ്റയ്ക്ക് പോവാനോ? കൺമണി പറയും, ഞാനുള്ളപ്പം സാഗർ സാറിന് ഒരാപത്തും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എന്താണേലും അങ്ങോട്ട് പോയേ പറ്റൂ. തൽക്കാലം നീ ഈ വിവരം ആരോടും പറയണ്ട. ഗോകുലിന് ആകെ ടെൻഷനാവും. പിന്നീട് സുമിത്രയും ബാലുവും ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ വന്നിട്ടുണ്ട്. അവിടെ തന്നെ 3 ഗുണ്ടകളും ഉണ്ട്. അവരോട് പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ തന്നെ എല്ലാം കൃത്യമായി ചെയ്തിരിക്കണം. അവർ പറയുന്നുണ്ട്,
ഞങ്ങൾക്കൊരു അപകടം വരാതെ നിങ്ങൾ നോക്കണമെന്ന്. സുമിത്ര പറയും അതൊന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ടെന്ന്. ആ സമയമാണ് ഒരു പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നത്. അതിൽ നിന്ന് 3 പേര് ഇറങ്ങുന്നുണ്ട്. സുമിത്രയൊന്നും അവർ കാണുന്നില്ല. അവർ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ബാലു ഗുണ്ടകളോട് പുറകെ ചെല്ലാൻ ആവശ്യപ്പെടും. ആ 3 ഗുണ്ടകൾ അവരുടെ പുറകെ ചെന്ന് 3 പോലീസുകാരുടെയും വാ പുത്തിപ്പിടിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. സുമിത്രയും ബാലും ഒരുപാട് സന്തോഷത്തോടെ അതിലെ നടന്നു വരും. ആ 3 ഗുണ്ടകൾ വീണ്ടും സുമിത്രയുടെയും ബാലുവിന്റെ അടുത്തേക്ക് വരും. ആ സമയം ആ പോലീസുകാരുടെ കഴുത്തിലുണ്ടായിരുന്ന ID കാർഡ് ഇവരെടുത്ത് ഇട്ടിട്ടുണ്ട്. സുമിത്ര പറയും ഇനിയിപ്പം നിങ്ങളാണ് പോലീസുകാർ, ഐസിയുന്റെ മുമ്പിൽ തന്നെ നിൽക്കണം, ആരെയും അകത്തേക്ക് കയറ്റി വിടരുത്, ഞങ്ങൾ അകത്തേക്ക് കയറി സാഗറിന്റെ കഥ കഴിക്കും. ഓക്കെ മേഡം എന്നും പറഞ്ഞ് അവർ ഐസിയുന്റെ അടുത്തേക്ക് പോകും. സുമിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാവും. ബാലുവിനോട് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന മുഹൂർത്തം വന്നിരിക്കുക ബാലു. ഐസിയുന്റെ ഫ്രണ്ടിൽ മാനസയും കൃഷും ഉണ്ട്. കൃഷു മാനസയോട് ചോദിക്കും നീ എന്തിനാ വെറുതെ ഇവിടെ നിന്ന് ഉറക്കം കളയുന്നത്, നീ വീട്ടിലേക്ക് ചെല്ല്, ഞാൻ ഇവിടെ നിന്നോളാം. മാനസ പറയും എൻ്റെ ഉറക്കം പോകുന്നോണ്ടൊന്നുമല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൃഷിന് ബുദ്ധിമുട്ടാ, അതുകൊണ്ടാ എന്നെ പറഞ്ഞയക്കാൻ ഇത്രയ്ക്ക് വെപ്രാളം, വെറുതെ വഴക്കുണ്ടാക്കാൻ വരരുതെന്ന് കൃഷി പറയുമ്പോൾ മാനസ പറയും എനിക്കറിയാം, നേരത്തെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കാൻ നടത്തിയ ഒരു നാടകമായിരുന്നു അത്, വെറും ഒരു ഷോ. അങ്കിളിനെ കാണാനാന്നും പറഞ്ഞ് അകത്ത് കയറിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു എൻ്റെ മുന്നിൽ വന്ന് നിന്ന് അഭിനയിക്കാൻ. എന്തൊക്കെയായിരുന്നു അവളുടെ ഒരു ഡയലോഗ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി കടന്നു വരില്ല, നിങ്ങളാണ് ഒന്നിക്കേണ്ടവര്. ഹോ, അന്നേരം ഞാനത് വിശ്വസിച്ചു പോയി. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എന്നെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ ഒരൊന്നാന്തര നാടകമായിരുന്നു അതെന്ന്. അല്ലാതെ 1 മണിക്കൂറിനുള്ളിൽ ഇത്രത്തോളം മാറ്റമൊന്നും വരില്ലല്ലോ. കൃഷി പറയും നീ ഇങ്ങനെ പറയുന്ന കേൾക്കാൻ നല്ല സന്തോഷമുണ്ട്, കൺമണിയെക്കുറിച്ച് ഓർത്ത് ഒന്നാമത് ഞാൻ വിഷമിച്ചിരിക്കുമായിരുന്നു. അവൾ അഭിനയിച്ചതായിരിക്കുമെന്ന് എനിക്ക് പോലും ഒരു തോന്നലുണ്ട്, അവൾ എന്താണെങ്കിലും തിരിച്ചു വരും. ഈ സമയം കൺമണി ഓടി വരുന്നതാ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.